ഇത് CRI പുതുതായി പുറത്തിറക്കിയ പ്ലാനോ അൾട്ര എന്ന് പറയുന്ന സീരീസാണ്. ഇതിൽ 1 HP, 1/2 HP എന്ന് പറഞ്ഞ 2 മോഡലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 1 HP 27 മീറ്റർ ഹെഡും 1/2 HP 16 മീറ്റർ ഹെഡിലുമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിനായി പ്രത്യേകത പറഞ്ഞെങ്കിൽ ഇതിൽ പാനൽ ബോർഡ് വേണ്ടാത്തൊരു മോഡലാണ്. ഇതിൽ പാനൽ ബോർഡ് വേണ്ട, ഇത് പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് മോഡലാണ് വരുന്നത്. 10 മീറ്റർ കേബിൾ ഇതിൻ്റെ കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 3 വയറുള്ള കേബിളാണ് അത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഒന്ന് എർത്തിന് വേണ്ടിയാണിത് ഒരു വയറുള്ളത്, 2 എണ്ണം ബാക്കിയുള്ളത് 2 ഫേസും ന്യൂട്രലിനും വേണ്ടി. അപ്പോൾ അത് ഫേസും ന്യൂട്രലും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ മോട്ടോർ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഡ്രൈ വൈൻഡിങ്ങിലാണ് ഇതിൻ്റെ വൈൻഡിങ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ സാധാരണ മോണോബ്ലോക്കിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇനാമൽഡ് കോട്ടിങ് വൈൻഡിങ് ആണ് ഇതിനകത്ത് വരിക. നമ്മുടെ സാധാരണ സബ്മേഴ്സിബിൾ കാണുന്ന പോലെയുള്ള പോളി റാപ്പിഡ് ആയിട്ടുള്ള വൈൻഡിങ് വയർ അല്ല വരിക. ഇതിനകത്ത് വരുന്നത് ഇനാമൽഡ് കോട്ടിംഗ് ഉള്ള ടൈപ്പ് മോണോബ്ലോക്കിൻ്റെ വൈൻഡിങ് വയറാണ് വരിക. പിന്നെ വരുന്നത് ഇതിനകത്ത് നമ്മുടെ സാധാരണ സബ്മേഴ്സിബിളിലൊക്കെ വരുമ്പോൾ ഗൺമെറ്റൽ ബുഷ് വരും, അല്ലെങ്കിൽ ചിലത് കാർബൺ ബുഷ് ആയിരിക്കും, ഗൺമെറ്റൽ അങ്ങനെ ബുഷുകൾ വരും. ഇതിനകത്ത് വരുന്നത് ബോൾ ബെയറിംഗ് ആണ് ഇതിന് വരുന്നത്. നമ്മൾ സാധാരണ മോണോബ്ലോക്കിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിൽ വരുന്നത് 2 ബോൾ ബെയറിംഗ് ആണ്. ബാക്കിലും ഫ്രണ്ടിലായിട്ട് 2 ബോൾ ബെയറിംഗ് ഓരോന്ന് വെച്ച് അവിടെ ഇവിടെ 2 സൈഡിലും വരും. പിന്നെ വരുന്നത് ഇതിൻ്റെ കപ്പാസിറ്റർ വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. നമ്മൾ സാധാരണ പാനൽ ബോർഡിലൊക്കെ കൊടുക്കുന്ന കപ്പാസിറ്റർ ഇത് കമ്പനീൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് പറയുന്നത് നമ്മുടെ വയർ 2 വയറിൽ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് കോസ്റ്റിൽ നല്ല കുറവ് വരുന്നു. പിന്നെ അതുപോലെ പാനൽ ബോർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മോട്ടറിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ പമ്പിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് ഇത് വരുന്നത്. പിന്നെ ഈ ബുഷ് ഇല്ല എന്നുള്ളത് തന്നെ ഒരു മെയിനായിട്ടുള്ള വരുന്ന സബ്മേഴ്സിബിളിലെ കംപ്ലൈൻറ്റിനെ നമുക്കതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് സാധാരണ സബ്മേഴ്സിബിൾ മോട്ടറുകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ ബുഷ് കംപ്ലൈൻറ്റ്. അതാണ് നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ ഏറ്റവും ലൈഫിനെ ബാധിക്കുന്ന ഒരു സാധനം. ബുഷ് കംപ്ലൈൻറ്റ് വരുന്നു, തുടർന്ന് അതിൻ്റെ വൈൻഡിങ്ങിനെ കംപ്ലൈൻറ്റ് വരുന്നു. അങ്ങനെയാണ് സാധാരണ നമ്മൾ സബ്മേഴ്സിബിൾ കമ്പനിയിലെ ഒരു എബോവ് 50% കംപ്ലൈൻറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. ആ കംപ്ലൈൻറ്റുകളൊക്കെ ഇതിൽ വരുന്ന ബോൾ ബെയറിംഗ് കൊടുക്കുന്നതുകൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നുണ്ട്. അത് ബുഷില്ല, അതിന് പകരം ബോൾ ബെയറിംഗ് ആണ് ഇതിൻ്റെ ബുഷായിട്ട് വരുന്നത്. ബോൾ ബെയറിംഗ് ആണ്. ആ ബോൾ ബെയറിംഗ് ആകുമ്പോൾ അതിന് നമ്മളുടെ ലൈഫ് കിട്ടും. നമ്മൾ മോണോബ്ലോക്കിലിരിക്കുന്ന ബെയറിംഗ് ഇല്ല, അതേപോലെ തന്നെ നല്ല ലൈഫ് കിട്ടും ഇതിന്. ബോൾ ബെയറിംഗ് വരുന്നതുകൊണ്ട് ലൈഫിനെ അങ്ങനെ ഒരു ബുഷ് കംപ്ലൈൻറ്റ് എന്നുള്ള കാര്യം അതിനകത്ത് തീർന്നു. പിന്നെ വരുന്നൊരു നമ്മൾ സാധാരണ സബ്മേഴ്സിബിളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മെഗറൗട്ട് ഇഷ്യൂസ്. ചെറിയ സ്ലീവ് ഉള്ള വൈൻഡിങ്ങിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ലീവ് വരുന്ന ടൈപ്പാണ് നമ്മുടെ മോണോബ്ലോക്ക് സബ്മേഴ്സിബിളിലെ വൈൻഡിങ് വരുന്നത്. അതിൽ സ്ലീവ് കട്ടാകുമ്പോൾ നമുക്ക് മെഗറൗട്ട് എന്നുള്ളൊരു വിഷയം വരാറുണ്ട്. ആ ഒരു വിഷയം ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി മറ്റേതിനെ അപേക്ഷിച്ച് തീരെ കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒരു മെഗറൗട്ട് ഇഷ്യൂസ് തീരെ കുറവാണ്. കാരണം ഡ്രൈ വൈൻഡിങ് ആണ്. അതിൻ്റെ ഉള്ളിൽ കൂളിംഗ് ആയിട്ട് വാട്ടറും കാര്യങ്ങളും ഓയിലും ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂളിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡ്രൈ വൈൻഡിങ് ആയതുകൊണ്ട് ഇതിന് ഒരു മെഗറൗട്ടിൻ്റെ ചാൻസ് മറ്റേ സാധാരണ കൺവെൻഷണൽ മോഡലിനെ അപേക്ഷിച്ച് ഇത് ഒരു പരിധി വരെ ഇത് കുറയ്ക്കുന്നുണ്ട്. പിന്നെ സൗണ്ടിൻ്റെ കാര്യത്തിൽ നല്ലൊരു സ്മൂത്ത് വർക്കിംഗ് ആണ് ഇതിന് വരുന്നത്. നമ്മളിത് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇത് ചെറിയ സ്മൂത്ത് ആയിട്ടുള്ളൊരു വർക്കിംഗ് നമ്മൾ പോലും ചെയ്യില്ല, വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. കാരണം ബെയറിംഗ് ആയതുകൊണ്ട് വരുന്ന അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പറയത്തക്ക മെയിൻ വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കറണ്ട് കൺസപ്ഷൻ നമ്മളെ സാധാരണ കൺവെൻഷണൽ മോഡലെല്ലാം വരുന്നത് ഒരു 6 to 10 ആംപിയർ ആ റേഞ്ചിലാണ് വരിക. ഒരു ബ്രാൻഡ് കമ്പനികളെല്ലാം വരുമ്പോൾ ഒരു 8 ആംപിയർ വരെയും വരും. 7 ആംപിയർ, 8 ആംപിയർ, 9 ആംപിയർ ആ റേഞ്ചിലാണ് സാറിന് 1 HP സബ്മേഴ്സിബിൾ യൂഷ്വലി കാണാറ്. പക്ഷേ ഈ മോഡൽ വരുന്നത് മാക്സിമം 4 ആംപിയർ വരെയാണ് ഇത് കാണാറ്. ഇതൊരു 3.5 ആംപിയർ, 4 ആംപിയർ നമ്മുടെ സൈറ്റ് ഇതനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും. 3 ആംപിയർ, 4 ആംപിയറിലാണ് ഇതിൻ്റെ വർക്കിംഗ് കറണ്ട് വരുന്നത്. ഒരു മാക്സിമം 4 ആംപിയർ വരെ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി നല്ലൊരു റേഞ്ചിൽ നമുക്ക് കോസ്റ്റ് നല്ല എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പമ്പാണിത്. റേറ്റ് വൈസും പിന്നെ കറണ്ട് കൺസപ്ഷൻ വൈസും നമുക്ക് നല്ല കുറവ് കിട്ടുന്നുണ്ട്. ഇത് ഫിറ്റ് ആക്കുമ്പോൾ നമ്മൾ പ്ലംബർമാർ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ മെയിൻ ശ്രദ്ധിക്കണം. ഒന്ന്, അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കരുത്. കാരണം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡു നോട്ട് ഫില്ല് വാട്ടർ ഇൻസൈഡ് ദ മോട്ടർ. ഇതിനകത്ത് നമ്മൾ സാധാരണ ഒഴിക്കുന്ന പോലെ ഇതിനകത്ത് ഇത് വെറും ഹുക്കാണ്, തൂക്കാനുള്ളൊരു ഹുക്കാണ്. ഇതുവഴി വെള്ളം ഒഴിക്കാനുള്ളൊരു സംവിധാനം ഇല്ല. ഇതിനകത്ത് ഹോൾ കമ്പനി കൊടുത്തിട്ടില്ല. എങ്ങനെ അറിയാണ്ട് ഇത് ഒഴിക്കണം എന്ന് കരുതിയിട്ട് സാധാരണ മോട്ടർ ഒഴിക്കുന്ന പോലെ ഇത് നമ്മൾ ഒഴിക്കാൻ ശ്രമിക്കരുത്. ഇത് ഒഴിക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ ഇത് കത്തിപ്പോകുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1. 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
വയർ ജോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരികയെന്ന് വെച്ചാൽ നമ്മളിത് 10 മീറ്റർ കമ്പനി കൊടുത്തിട്ടുണ്ട്, കൂടാണ്ട് 10 മീറ്റർ പോരാ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്ലീവ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇതുവഴി വെള്ളം ഉള്ളിൽ കയറാണ്ടിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ വെക്കേണ്ടതാണ്. സ്ലീവ് നമ്മൾ എത്ര കട്ട് ചെയ്തോ ആ കട്ട് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ നമ്മളത് വാട്ടർ പ്രൂഫായിട്ട് കേബിൾ ജോയിൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കുഷൻ കമ്പ് എന്ന് പറയുന്ന ഈ ഐറ്റം നമ്മൾ ജോയിൻറ്റ് ചെയ്ത് നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വഴി വൈൻഡിങ്ങിൽ ോട്ട് വെള്ളം കയറാൻ ഈ വയറിൻ്റെ സ്ലീവ് വഴി ഉള്ളിൽ കൂടെ വൈൻഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതും കൂടെ ശ്രദ്ധിക്കണം. ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഇതിനകത്ത് വരാനുള്ളൊരു 2 ഫോൾട്ടുകളാണ് ഞാൻ പറഞ്ഞത്. ഈ 2 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന് വരാനുള്ളൊരു കംപ്ലയിൻറ്റ് 1-2 കംപ്ലയിൻറ്റുകൾ മുന്നേ അത് നമുക്ക് പരിഹരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നങ്ങളില്ല. എല്ലാം കൊണ്ടൊരു നല്ലൊരു മോഡലാണ്. ഇത് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ്.